കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7, 40 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന് ചിലർ പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീലയിൽ നിന്നോ വരിക? ക്രിസ്തു ദാവീദിന്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിന്റെ ഗ്രാമമായ ബേത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല. സേവകന്മാർ തിരിച്ചു ചെന്ന് പുരോഹിതന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാത്തത്? അവർ പറഞ്ഞു, അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരിസേയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. മുമ്പൊരിക്കൽ യേശുവിന്റെ അടുക്കൽ പോയവനും അവരിലൊരുവനുമായ നിക്കദേമൂസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അവർ മറുപടി പറഞ്ഞു, നീയും ഗലീലയിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന, നമ്മൾ കേട്ട ആദ്യ വായനയ്ക്ക് ഒരു ശീർഷകമായിട്ട് കൊടുത്തിരിക്കുന്നത് ജെറമിയായ്ക്കെതിരെ ഗൂഢാലോചന. ജെറമിയായുടെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചക ദൗത്യം ശിരസ വഹിക്കുന്നവരെ പ്രതീക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എസെക്കിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 6 മുതൽ വായിച്ചാൽ കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയാൻ നീ ഭയപ്പെടേണ്ട. പക്ഷെ നീ മുള്ളുകളുടെയും മുൾച്ചെടികളുടെയും ഇടയിലായിരിക്കും. തേളുകളുടെ മുകളിൽ നീ ഇരിക്കുന്ന അനുഭവമുണ്ടാവും. അതെല്ലാം സഹനത്തെ സൂചിപ്പിക്കുന്ന. പ്രവാചക ദൗത്യം ഏറ്റെടുത്താൽ നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽപ്പെട്ട എല്ലാവരും പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് നിറവേറ്റേണ്ടവരാണ്. നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള ഒരു ദൗത്യമാണ് പ്രവാചക ദൗത്യം ഏറ്റെടുക്കാൻ. പക്ഷെ അത് ഏറ്റെടുത്താൽ ഉണ്ടാകാവുന്ന അവസ്ഥ ഓർത്തിട്ടായിരിക്കാം പലരും ഇതിനകത്തുനിന്ന് ഊട്ടിമാറും. കാരണം മുള്ളുകളും മുൾച്ചെടികളും അതിന്റെ മുകളിൽ ഇരിക്കുന്ന അനുഭവം നിനക്കുണ്ടാവും. തേളിന്റെ മുകളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ കുത്ത് കിട്ടുന്നത് ദുസ്സഹമായ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. പറയുകൊണ്ട് ഈ സഹനങ്ങൾ ഒഴിവാക്കാനുള്ളൊരു പ്രവണത മാനുഷികമായി ചിന്തിച്ച് മാനുഷികമായ ചിന്തകളാൽ നീങ്ങുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ ഭയപ്പെടേണ്ട, സഹനത്തെ നീ ഭയപ്പെടേണ്ട. നീ എന്നോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ അതിനെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള കൃപ നിനക്ക് ലഭിക്കും. 2 സഹനങ്ങളാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് ഗൂഢാലോചന. നീ കർത്താവിന് വേണ്ടി നിലകൊണ്ടാൽ മറ്റുള്ളവർ, പ്രത്യേകിച്ച് ലൗകികരായിട്ടുള്ളവര്, നിനക്കെതിരെ ഗൂഢാലോചന നടത്തും. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ജെറമിയായുടെ പുസ്തകം പലയിടങ്ങളിലായി നമ്മൾ കാണുന്നതാണ്. ജെറമിയ ഏകാഗി, ജെറമിയ പൊട്ടക്കിണറ്റിൽ. നമുക്കറിയാം, അവിടെയൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥ. ഒരു പ്രവാചകന് കിട്ടാവുന്ന ഒരു വലിയ സഹനമാണ് ഒറ്റപ്പെടൽ. ഈ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രവാചക ദൗത്യം വഹിക്കുന്ന എനിക്ക് ദൈവം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം. പക്ഷെ ദൈവം എൻ്റെ കൂടെ നിൽക്കും.
ജെറമിയ കോംപ്ലക്സ്, നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം. അതിന്റെ നേരെ വിപരീതമാണ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. ഇങ്ങനെയുള്ള പല കോംപ്ലക്സസ് ഉണ്ട്. അതുപോലെ ഒരു കോംപ്ലക്സ് ആണ് ജെറമിയ കോംപ്ലക്സ്. എന്താന്ന് ചോദിച്ചാല് ഈ ജെറമിയ പ്രവാചകനെ ദൈവം തെരഞ്ഞെടുത്തു. ബാലനായിരുന്നപ്പോൾ തന്നെ വലിയ ദൗത്യം ഏൽപ്പിച്ചു. അവൻ പറഞ്ഞു, ഞാൻ കേവലം ബാലൻ. പക്ഷെ അവനെ ദൈവം ആ ദൗത്യം ഏൽപ്പിച്ചിട്ട് അവനോട് പറഞ്ഞു, ഇടിച്ചു പൊളിക്കാനും പണിതുയർത്താനും പിഴുതെറിയാനും നട്ടുവളർത്താനുമായി ഞാൻ നിന്നെ നിയോഗിക്കുന്നു. ഇത്രയും വലിയ ദൗത്യം ഏറ്റെടുത്തൊരു വ്യക്തിയാണ് ജെറമിയ പ്രവാചകൻ. പക്ഷെ ജെറമിയ 15, 20 എന്നീ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ജെറമിയ ഒരുപാട് പരാതി പരിഭവം പറയുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ജെറമിയായിക്ക് മനസ്സിലായി ജനമെല്ലാം അവനെ ഒറ്റപ്പെടുത്തി. അപ്പൊ അവന്റെ മനസ്സിലേക്ക് ചുമ്മാ കയറി വന്നൊരു ചിന്ത, ദൈവവും കൂടി എന്നെ ഒറ്റപ്പെടുത്തുവോ? അപ്പൊ എങ്ങനെ ഇരിക്കും? ആ ഒരു ചിന്ത കയറിയിട്ടാണ് ഇപ്രകാരമെല്ലാം അവൻ പറയേണ്ടി വന്നത്. അവൻ ഒരുപാട് പരാതി പരിഭവങ്ങള് വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്തിനു ജനിച്ചു? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ മരിച്ചാൽ മതിയായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകിയതെന്ന് എൻ്റെ അപ്പനെ പോയി അറിയിച്ചവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അവൻ വല്ലതും തെറ്റ് ചെയ്തിട്ടോ? അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. അതെല്ലാം നമ്മളിങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആ ഒരു ദുരവസ്ഥ നമുക്കുണ്ടാവും. വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന്, ഗൂഢാലോചന. നമ്മൾ കണ്ടല്ലോ ജെറമിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. അത് എത്രമാത്രം ഒരു നിരപരാധിയായ ഒരു വ്യക്തിക്കെതിരെ അത് പോയെന്ന് അവർ പറഞ്ഞത്, വൃക്ഷത്തെ നമുക്ക് ഫലത്തോടുകൂടെ വെട്ടിക്കളയാം. ഈ ഗൂഢാലോചനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരുടെ പ്ലാനും പദ്ധതിക്കും പരിധികളൊന്നുമില്ല. മാനുഷികത ചിലപ്പോൾ അവർ കാണിച്ചെന്ന് വരത്തില്ല. ഗൂഢാലോചന. രണ്ടാമതൊരു കാര്യം, ഒറ്റപ്പെടുത്തുന്ന, നമ്മുടെ വീട്ടിലാണേലും ആരെയും ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതിനെ അതാരും അനുഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് അഭിഷേകം വേണം, ദൈവാനുഭവം വേണം, ദൈവാനുഗ്രഹം വേണം. ഇന്ന് ചില ഭവനങ്ങളിലൊക്കെ ഏതെങ്കിലും മൂലയിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. വേണേ സ്വന്തം അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം. അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ഇവിടുന്ന് പുറത്തോട്ട് വന്നാൽ വിവരം അറിയുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അകത്ത് കഴിയുന്ന വ്യക്തികള്, ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മച്ചി പറഞ്ഞാണ്, എനിക്ക് തന്നിരിക്കുന്ന മുന്നറിയിപ്പാണ്, മര്യാദയ്ക്ക് അവിടെ കിടക്കുകയാണെങ്കിൽ അകത്ത് കിടക്കാം, അല്ല പുറത്ത് കിടക്കും. സ്വന്തം അമ്മയോട് പറഞ്ഞ ഒരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒറ്റപ്പെടലിന്റെ നൊമ്പരം അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. ഒരു കാരണവശാലും ഞാൻ മൂലം എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കരുത്. ഒരു അമ്മച്ചി പറഞ്ഞാണ്, ഞങ്ങള് 11 മക്കളായിരുന്നു. 11 മക്കൾക്കും ഒരനുഭവം ഉണ്ടായി. ഓരോരുത്തരും ചിന്തിച്ചത്, അപ്പന് എന്നോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. 11 പേർക്ക് ഒരുപോലെ ആ സ്നേഹം, അംഗീകാരം കൊടുക്കാൻ പറ്റിയ അപ്പൻ. അതിനൊക്കെ നല്ല ദൈവാനുഭവം, നല്ല അഭിഷേകവും നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നു 3 ഗണത്തിൽപ്പെട്ട ആളുകളെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഒന്ന്, അവിശ്വാസികൾ. അവര് മുൻവിധിയോടെ, പ്രജുഡീസ് എന്ന് പറഞ്ഞാൽ മുൻവിധി, ഇതുണ്ടായിരുന്ന വ്യക്തികൾ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, പ്രവാചകൻ വരുന്നത് ഇവിടുന്ന് വല്ലതാണ്? ഇങ്ങനെയൊക്കെയാണോ പ്രവാചകൻ വരുന്നത്? നീ വായിച്ചിട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ? ഗലീലയിൽ നിന്ന് അവിടുന്ന് പ്രവാചകൻ വരാൻ? മുൻവിധിയോടെ സംസാരിക്കുന്ന വ്യക്തികള്, അവര് അവിശ്വാസികളായിരിക്കാൻ തന്നെ മനസ്സുറപ്പിച്ചവരാണ്. മറ്റൊരു ഗണത്തെ നമുക്ക് കാണാൻ സാധിക്കും, വിശ്വാസികളായിട്ടുള്ളവര്. അവര് യേശുവിനെയും രക്ഷകനായി അംഗീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിതാവ് അയച്ചവനായിട്ട് അവനെ അംഗീകരിച്ചു. യേശു പറഞ്ഞ വാക്കുകള് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് അവർക്ക് നിത്യരക്ഷയ്ക്ക് അവകാശമുണ്ടായി. മൂന്നാമതൊരു ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും, അവരാണ് സത്യാന്വേഷികൾ. നമ്മൾ കാണുന്നുണ്ട്, സേവകര് യേശുവിനെ ബന്ധിച്ചു കൊണ്ടുവരാൻ വേണ്ടി അയക്കപ്പെട്ടവരാ. അവര് പോയിട്ട് അവര് വെറും കൈയോടെ വന്നു. അപ്പൊ ഈ ഫരിസേരും നിയമജ്ഞനും ചോദിച്ചു, എവിടെയാള്? നീ അവനെ കാണാഞ്ഞിട്ടാണോ അവനെ ബന്ധിച്ചു കൊണ്ടുവരാതിരുന്നത്? അതിന് മറുപടിയായിട്ട് സേവകര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അവനെ ശ്രവിച്ചു, ഞങ്ങൾ അവനെ മനസ്സിലാക്കി. ഇതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശുവിൽ ഒരു വ്യത്യാസം അവർ കണ്ടു.
അവനെ ബന്ധിച്ചുകൊണ്ട് വരാൻ പോയവരാണെങ്കിലും സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവർ, നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ എളുപ്പമാണ്, പക്ഷെ ഉറക്കം ഭാവിക്കുന്നവരെ ഉണർത്തുന്നത് അത്ര എളുപ്പമല്ല. സത്യം അറിയാത്തവരെ സത്യം അറിയിക്കാൻ വളരെ എളുപ്പമാണ്. സത്യം അറിഞ്ഞിട്ട് അത് നിഷേധിച്ച് ജീവിക്കുന്നവരെ രക്ഷിക്കുക ദുസ്സഹമായ ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ന്യായമായ സംശയങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരു കുഴപ്പമില്ല. സത്യം അറിയാനുള്ള ആഗ്രഹമുണ്ടായാൽ അതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ സത്യം അറിഞ്ഞാൽ അറിഞ്ഞവരെ പോലെ നമ്മൾ ജീവിക്കുന്നവരായിട്ട് മാറണം. ഇനി ദൈവത്തെക്കുറിച്ചാണേലും ചില വ്യക്തികളെ കുറിച്ചാണേലും മുൻവിധികൾ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇന്ന് ചില ചെറുപ്പക്കാര് ദൈവത്തിൽ ഒന്ന് വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി നമ്മൾ എത്ര പാടുപെട്ടാലും അത് നടക്കാതെ പോകുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ഓൾറെഡി ഒരു മുൻവിധിയുണ്ട്. കൂട്ടുകാർ പറഞ്ഞു കേട്ട്, ആരെങ്കിലൊക്കെ പറഞ്ഞു കേട്ട്, വിവരദോഷികൾ പറഞ്ഞു കേട്ട കാര്യം അവർ ചങ്കിൽ ഉറപ്പിച്ചിരിക്കുക. ദൈവമില്ല, എവിടെ ദൈവം? ഇതൊക്കെ ചുമ്മാ ഓരോരുത്തരുടെയും കണ്ടുപിടുത്തം. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളെ വിശ്വാസത്തിലേക്ക് നയിക്കുക എളുപ്പമല്ലെന്നല്ല, അസാധ്യമെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ തുറവി, ഹൃദയത്തിന്റെ തുറവി, ദൈവത്തെ അറിയുവാനും സത്യം അറിയുവാനും ആ സത്യം ഏറ്റെടുത്ത് ജീവിക്കുവാനും വേണ്ട ആ തുറവി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു തുറവി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.